എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ കാണാൻ വീണ്ടും ജനിച്ച ഓരോ പ്രിയപ്പെട്ടവരുമാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടാണ്, എന്നിട്ട് വാഗോണ്ട് ഏറ്റു പറഞ്ഞു. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞ ദൈവമക്കളാണ് നാം. നമ്മുടെ ആരാധനയിൽ നമ്മൾ പാടുന്നത് ഹൃദയം കൊണ്ടായിരിക്കണം. വാഗൊണ്ടും പാടാം, വായും തലച്ചോറും കൂടി കണക്റ്റായിട്ട് പാടാം. എന്നാൽ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്താലും ഹൃദയം കൊണ്ട് ചെയ്യണം. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. ഹൃദയപൂർവ്വം ഒരു കാര്യം ചെയ്യണം. ഹൃദയത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കേണ്ടത്. ഹൃദയമാണ് വഷളായത്. അതുകൊണ്ട് ആ വഷളായ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന കർത്താവിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. തലച്ചോറ് ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി തന്നതാണ്. നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത് ഈ വലിപ്പമുള്ള കൊളസ്ട്രോളൊക്കെ പിടിച്ചു തീർന്നു പോകുന്ന സംഭവത്തിൻ്റെ പേരല്ല ബൈബിൾ ഉദ്ദേശിക്കുന്ന ഹൃദയം. അകത്തെ മനുഷ്യനാണ്. അതാണ് ഹൃദയം, അകത്തെ മനുഷ്യൻ. ഹൃദയം കൊണ്ട് ഉള്ളതാണ് ആരാധന. തലച്ചോറ് കൊണ്ട് നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ നമ്മൾ കയ്യും കെട്ടിയിരുന്ന ഒരു പാട്ട് പാടും. തലച്ചോറ് കൊണ്ട് പാടുകയാണ്, എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, അങ്ങനെ പാടും. എന്നാൽ അത് ഹൃദയം കൊണ്ട് പാടുകയാണെങ്കിലോ, ഹൃദയം കൊണ്ട് പാടുമ്പോൾ നമ്മുടെ കയ്യും കാല് ചലിക്കാൻ തുടങ്ങും. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് മുഴുവനും ചലനമുള്ളതായി മാറുന്നത് ഹൃദയപൂർവമുള്ള പാട്ടുകളാണ്. ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ, ചിലർ തലച്ചോറ് കൊണ്ട് പാടുന്നവരുണ്ട്, ചിലർ ഹൃദയപൂർവം പാടുന്നവരുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിലെ ഓരോ കാര്യങ്ങളും അകത്തെ മനുഷ്യനിലാണ്, ഹൃദയം കൊണ്ടാണ്. അവിടെ നൃത്തമുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, കണ്ണുനീരുണ്ട്. നമ്മുടെ വികാര പ്രകടനങ്ങൾ, സന്തോഷവും കണ്ണുനീരും എല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടും. നമ്മൾ യേശുവിനെ ഇതുവരെ കണ്ടിട്ടില്ല, എന്നാൽ നമ്മൾ ആത്മാവായതുകൊണ്ട് ആത്മാവാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് തൊട്ടടുത്ത് വന്നത് നമുക്ക് ഫീൽ ചെയ്യും. തൊട്ടടുത്ത് കർത്താവ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കത് അനുഭവിക്കാൻ പറ്റും. യേശുവിൻ്റെ സാന്നിധ്യം വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് തിരിച്ചറിയാൻ പറ്റും. അതിന് കണ്ണിൻ്റെ ആവശ്യമില്ല, അതിന് ഈ ചെവിയുടെ ആവശ്യമില്ല. അകത്തെ കണ്ണുകൊണ്ടും അകത്തെ ചെവി കൊണ്ടും നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ആത്മക്കണ്ണ് തുറക്കും. കാരണം അകത്തെ മനുഷ്യനാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അകത്തെ മനുഷ്യനാണ് പുറത്തെ മനുഷ്യനെയും നിയന്ത്രിക്കുന്നത്. ഈ വക വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരാധന തന്നെ മാറും. ഇന്ന് നമ്മൾ ഒരുമിച്ച് നമ്മുടെ വീടുകളിലിരുന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ആരാധനയിൽ നിങ്ങൾ ഹൃദയപൂർവ്വം പാടുക. ചിലപ്പോൾ അടുക്കളയിലായിരിക്കും നിങ്ങൾ വീഡിയോ യൂട്യൂബിലൂടെ കാണുന്നത്. നിങ്ങളിങ്ങനെ വീഡിയോ അടുക്കളയിൽ വെച്ചിട്ടായിരിക്കും ഹൃദയപൂർവ്വം ആരാധിക്കുക. ചിലപ്പോൾ ബാത്റൂമിൽ നിങ്ങളിത് കൊണ്ടുപോയി വെക്കും, കാരണം സമയമില്ല, ഓഫീസിൽ പോകാനുള്ള തിരക്കാണ്. ചിലപ്പോൾ കാറിനകത്ത് ഇതങ്ങോട്ട് വെക്കും. നോക്കാൻ പറ്റില്ല, കേൾക്കാൻ ഹൃദയപൂർവ്വം. ചിലപ്പോൾ വീട്ടിലെ പല ജോലിയുടെ ഇടയ്ക്ക് ഇങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു കൈ കൊണ്ട് ജോലി തുടക്കുന്നു, പരിപാടികൾ ചെയ്യുന്നു, അപ്പോഴിത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ചെയ്താൽ മതി. അതിന് ഒരു സ്ഥലത്ത് ഇരിക്കണമെന്നില്ല. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ സമയം ഇല്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഹൃദയപൂർവ്വം നിങ്ങളിത് ചെയ്താൽ മതി. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരും. നമുക്കൊരുമിച്ച് യേശുവിനെ ഹൃദയം കൊണ്ട് നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയിലും പാടി ആരാധിക്കാം.
பூவிலே எங்குமே இல்லை, உம்மை போல் மகிழ்த்துவர் இல்லை, உம்மை போல் ரட்சகர் இல்லை, உம்மை போல் தேவன் இல்லை. பூவிலே எங்குமே இல்லை, உம்மை போல் தூயவர் இல்லை, உம்மை போல் நல்லவர் இல்லை, உம்மை போல் தேவன், உம்மை போல் தேவன் இல்லை. பூவிலே எங்குமே இல்லை, உம்மை போல் மகிழ்த்துவர் இல்லை, உம்மை போல் ரட்சகர் இல்லை. எழுந்தருளும் தேவ இவேளை, எழுந்தருளும் தேவ இவேளை, நீரின்றி வழி வேறே இல்லை. எழுந்தருளும் தேவ இவேளை, எழுந்தருளும் தேவ இவேளை, எழுந்தருளும் தேவ இவேளை, நீரின்றி வழி வேறே இல்லை. எழுந்தருளும் தேவ இவேளை. வானமும் பூமியும் வானமும் பூமியும் மாறினாலும் உன் வார்த்தை ஒரு போதும் மாறுவதில்லை. காலங்கள் நேரங்கள் மாறினாலும் என் தேவா நீரின்றி வழி இல்லை. எழுந்தருளும் தேவ இவேளை, எழுந்தருளும் தேவ இவேளை, நீரின்றி வழி வேறே இல்லை.
വാസ്തവത്തിൽ ദൈവവചനം എന്തോരം വ്യത്യാസങ്ങളാണല്ലേ നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എബ്രായലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം എല്ലാ മൂർച്ചയേറിയ വാളിനേക്കാൾ മൂർച്ചയുള്ളതും സന്ധിമജ്ജകളെ പ്രാണനെ പോലും വേർപിടിവിക്കും വണ്ണം തുളച്ചു കയറുന്നതും ഉള്ളിലെ ചിന്തനങ്ങളെല്ലാം വിവേചിക്കുന്നതുമാണ്. ദൈവവചനത്തിന് മാത്രമേ ദേഹം, ദേഹി, ആത്മാവിനെ തൊടാൻ കഴിയും. ബാക്കിയുള്ളതെല്ലാം തലച്ചോറിനെ തൊടും, മനസ്സിനെ തൊടും. ആത്മാവിനെ തൊടുന്ന ഒന്നേ ഉള്ളൂ, അത് വചനമാണ്. ശരീരത്തെ തൊടുന്ന ഒന്നാണ് വചനം. അതിൻ്റെ അർത്ഥം സൗഖ്യമുണ്ടാകും. മനസ്സിനെ തൊടുന്നതാണ്. അതുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം, ശരീരത്തിൻ്റെ പ്രശ്നം, ആത്മീക പ്രശ്നങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യാൻ നമ്മൾ ഈ ധ്യാനിക്കുന്ന വചനത്തിന് ശേഷിയുണ്ട്. അതുകൊണ്ട് രാവിലെ ഈ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും ഈ വചനങ്ങൾ പരിഹാരം കൊണ്ടുവരും. നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16:18 വാക്യം. അതിങ്ങനെയാണ്: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ വാക്യം ക്രൈസ്തവ സമൂഹം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. അതായത്, നീ പത്രോസാകുന്നു, പത്രോസാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. അല്ല, നീ പത്രോസാണ്, ഈ പാറമേൽ. എന്താണ് ആ ചരിത്രം? ഈ പാറ എന്താണ്? നീ പത്രോസാണ്. എപ്പോഴാ നീ പത്രോസായത്? നീ പാറയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. നീ നിന്റെ കർത്താവിനെ കുറിച്ച് നീ പറഞ്ഞ വെളിപ്പാടാണ് നിന്നെ പാറയാക്കിയത്, നിന്നെ പാറക്കഷണമാക്കിയത്, ഉറപ്പുള്ളവനാക്കിയത്. നീ ബറയോന ശീമോനാണ്. നീ പത്രോസാകുമെന്ന് പറഞ്ഞു. എപ്പോഴാ പത്രോസായത്? മരണത്തിന് ശേഷം വിശുദ്ധന്മാർ പ്രഖ്യാപിച്ചതാണോ? അല്ല. പത്രോസ് അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ്, യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ബറയോന ശീമോൻ പത്രോസായി. അതിൻ്റെ കാരണം തൊട്ടു മുകളിൽ തന്നെ 2 വാക്യങ്ങൾ കൂടി വായിച്ചാൽ നമുക്ക് കാണാം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? മത്തായി 16:15. നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കർത്താവ് എന്തൊക്കെയോ, പിതാവാം ദൈവം നമുക്ക് എന്തോ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുന്നത്. എന്തൊക്കെയോ വെളിപ്പെട്ട് വരുന്നുണ്ട്. നമ്മുടെ കൊച്ചുപ്രായത്തിൽ വെളിപ്പെടാത്ത കാര്യങ്ങൾ, നമ്മുടെ കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്തിനാണ്? നമ്മളെ ഉറപ്പുള്ളവരാക്കാനാണ്. ബറയോന ശീമോൻ ഇപ്പോൾ ഈ ഒറ്റ വെളിപ്പെടുത്തലുകളിലൂടെ പത്രോസായി തീർന്നു എന്ന് യേശു പറയുന്നു. യേശു പറഞ്ഞെങ്കിൽ അത് അങ്ങനെയാണ്. നീ പത്രോസാകുന്നു. ഈ വെളിപ്പാടിൻ്റെ മേൽ, ഈ പാറമേൽ. എന്താണ് പാറ? വെളിപ്പാട്. എന്താണ് ഇവന് കിട്ടിയ ഉറപ്പുള്ള ആ വെളിപ്പാട്? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇന്ന് ലോകം അറിയേണ്ട ഒരു സത്യമാണ്, യേശു കർത്താവ് ജീവനുള്ള ഏക സത്യ ദൈവമായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണെന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവൻ ഉറപ്പുള്ളവനാണ്. അതിൻ്റെ അർത്ഥം അവൻ ആടിപ്പോകില്ല, അവൻ ഉറപ്പുള്ളവനാണ്, അവന് നിത്യത ഉറപ്പാണ്.
അവൻ അനുഗ്രഹം ഉറപ്പാണ്. അവൻ ശാപത്തിലോട്ട് പോകില്ല. അവന് സമൃദ്ധി ഉറപ്പാണ്. അവന് വിജയം ഉറപ്പാണ്. യേശു ക്രിസ്തുവിൽ ഒരാൾ അടിയുറച്ച് പറയുന്ന വാക്കുകൾ, യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി എടുക്കുന്ന അചഞ്ചലമായ തീരുമാനങ്ങൾ എല്ലാം ദൈവത്തിന് ഏറ്റവും പ്രസാദമാണ്. യേശു കർത്താവ് ഫിലിപ്പിയന്റെ കൈസരയിൽ എത്തിയപ്പോൾ ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ഇവര് തന്നെ പറഞ്ഞു, ചിലർ ഇരമ്യാവെന്ന് പറയുന്നു, ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണെന്ന് പറയുന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ജനങ്ങൾ എന്തും പറയട്ടെ, ആശാരിയുടെ മോനെന്നും മറിയയുടെ മോനെന്നും ഏത് തരത്തിൽ വേണമെങ്കിലും എന്നെ നാണം കെടുത്തട്ടെ, എന്നെ വില കുറഞ്ഞ് പറയട്ടെ, എന്നെ വളരെ തരം താഴ്ത്തി പറയട്ടെ, അതെനിക്ക് വിഷയമല്ല. എന്നാൽ അനുഗ്രഹം അനുഭവിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത നിങ്ങളെന്തു പറയുന്നു? പത്രോസ് ചാടിക്കേറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ യേശു പറഞ്ഞു, ബർയോനാ ശീമോനെ, നീ അനുഗ്രഹീതൻ. ആരാണ് അനുഗ്രഹീതൻ? ഈ ബൈബിളിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നിടത്ത് എല്ലാം അനുഗ്രഹീതൻ എന്നാണ് അർത്ഥം. നീ അനുഗ്രഹീതൻ. ഒരു വ്യക്തി അനുഗ്രഹീതനാകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? യേശുവിനെ സാക്ഷാൽ ദൈവപുത്രനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് പറയുമ്പോഴാണ്. പത്രോസ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നീ അനുഗ്രഹീതനാണ്. നിനക്കിത് വെളിപ്പെടുത്തിയത് നിന്റെ അപ്പനോ അമ്മയോ ബന്ധുക്കളോ നാട്ടുകാരോ വീട്ടുകാരോ ആരുമല്ല, സ്വർഗസ്ഥനായ പിതാവാണ്. നിനക്കിത് വെളിപ്പെട്ട് കിട്ടി. അതായത് ദൈവം തിരഞ്ഞെടുത്ത ഒരാൾക്ക്, ദൈവത്തിൻ്റെ വിളിയുള്ള ഒരാൾക്ക്, യേശുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് ഓരോ സമയങ്ങളിലും ദൈവം മറഞ്ഞു കിടക്കുന്ന കുറേ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ഇന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടിയാൽ ജീവിതം മാറും. ഒരു ഉദാഹരണം പറയാം. പണ്ട് ഒരു ഭിക്ഷക്കാരൻ ഒരു ചളങ്ങിയ പാത്രത്തിൽ ഭിക്ഷ യാചിച്ച് വീടുകളും കടകളും കയറി ഇറങ്ങും. അദ്ദേഹം താടിയും മീശയും വളർത്തി അഴുക്ക് പിടിച്ചൊരു ഭാണ്ഡവും തോളിൽ തൂക്കി അമ്മാ അപ്പാ എന്ന് പറഞ്ഞ് ഈ ചളങ്ങിയ പാത്രത്തിൽ ഭിക്ഷ യാചിക്കുന്നു. വർഷങ്ങളായി തുടരുന്നു. ഒരിക്കൽ അദ്ദേഹം സ്വർണ്ണത്തെരുവിലൂടെ പോയി. സ്വർണ്ണക്കടകളും തട്ടാന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഒരു തട്ടാൻ ഒരു കടയുടെ മുൻപിലിരുന്ന് പണിയുന്നു. സ്വർണ്ണക്കടയുടെ മുൻപിൽ. ചേട്ടാ വല്ലതും തരണേ എന്ന് പാത്രം കാണിച്ചപ്പോൾ ആ തട്ടാൻ ഒരു നാണയമെടുത്ത് ഈ പാത്രത്തിലോട്ടിട്ടു. പെട്ടെന്ന് ആ നാണയത്തൊട്ട് ഈ പാത്രത്തിൽ വന്ന് വീണപ്പോൾ അതിൻ്റെ ശബ്ദം അലൂമിനിയ പാത്രത്തിൻ്റെതല്ല, സ്റ്റീൽ പാത്രത്തിൻ്റെതല്ല, ചെമ്പ് പാത്രത്തിൻ്റെതല്ല. തട്ടാനൊരു സംശയം, ഇതെനിക്ക് പരിചയമുള്ളൊരു ലോഹമാണല്ലോ. ആ ഭിക്ഷക്കാരനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ പാത്രം ഒന്ന് തരാൻ പറഞ്ഞു. പാത്രം കൊടുത്തു. ഈ തട്ടാൻ ആ പാത്രം ഉരച്ചു നോക്കുമ്പോൾ അത് സ്വർണ്ണപാത്രമാണ്. തട്ടാൻ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അത് എൻ്റെ അപ്പൻ എനിക്ക് തന്നു. തട്ടാൻ ചോദിച്ചു, നിന്റെ അപ്പൻ എവിടെ നിന്ന് കിട്ടി? അതെൻ്റെ വല്യപ്പൻ കൊടുത്തതാണ്. ഞങ്ങൾ തലമുറയായിട്ട് തെണ്ടെന്ന് അവരാ. തട്ടാൻ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, എടാ കുഞ്ഞെ, ഈ ദേശത്തെ ഏറ്റവും പ്രഭുവായിട്ട് ജീവിക്കാൻ ഉള്ള സമ്പത്ത് നിന്റെ കയ്യിൽ ചളങ്ങിയ പാത്രം, ഈ പാത്രം മാത്രം മതി. നിനക്ക് നിന്റെ തലമുറകൾക്കുള്ളത് ഈ വലിയ പാത്രത്തിലുണ്ട്. നീ ആരാണ്?
നീ എത്ര വർഷമായി? നിന്റെ അപ്പൻ ഇത് അറിഞ്ഞില്ല, നിന്റെ വല്യപ്പൻ അറിഞ്ഞില്ല. ഇതിൻ്റെ പേരാണ് വെളിപ്പാട്. തട്ടാനത് വെളിപ്പെടുത്തി കൊടുത്തു. ബർയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്. ദൈവം നിനക്ക് മറ നീക്കി കാണിച്ചു. നിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നവൻ കടലിനെ ഉണ്ടാക്കിയവനാണ്, ആകാശത്തെ ഉണ്ടാക്കിയവനാണ്, കരയെ ഉണ്ടാക്കിയവനാണ്. ദൈവത്തിന് മുൻപിൽ ശില്പിയായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടിയായിരുന്ന വചനം, ദൈവമാകുന്ന വചനം, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത വചനം, സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ് നിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നതെന്ന് നിന്നെ തെരഞ്ഞെടുത്ത ദൈവം ഇന്ന് നിന്റെ മറ മാറ്റി നിന്നെ കാണിച്ചിരിക്കുന്നു. നീ എന്ത് കാണണമോ അത് കണ്ടു. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന പലരും കാണേണ്ടത് കാണുന്നില്ല. അതുകൊണ്ട് ആവർത്തന പുസ്തകം 29:3 കാണുന്ന കണ്ണും തിരിച്ചറിയുന്ന ഹൃദയവും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്ന് വരെ തന്നിട്ടില്ലെന്ന് ദൈവം തരണം. കാണുന്ന കണ്ണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ തുറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. 119 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദാവീദിൻ്റെ പ്രാർത്ഥന, ഈ ന്യായപ്രമാണത്തിലെ സത്യങ്ങളെ അറിയേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവം കണ്ണ് തുറക്കാതെ ബൈബിളിലെ ഒരത്ഭുതം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പറയും, ഇതൊക്കെ പഴയ എന്തൊക്കെയാണ്, ഇതിനകത്ത് എന്തെല്ലാം തെറ്റും തിരുത്തുണ്ടാവും, എത്രയോ കാലമായ പുസ്തകമാണ്, ഇതൊക്കെ മുഴുവൻ തെറ്റായിരിക്കും. ഇല്ല കുഞ്ഞെ, ഇതിനകത്ത് ഒരു വള്ളിയോ പുള്ളിയോ, ആകാശവും ഭൂമിയും മാറിയാലും മാറത്തില്ലെന്ന് 2000 വർഷമായി കർത്താവ് പറഞ്ഞിട്ട്. ഈ പുസ്തകം വളരെ സൂക്ഷ്മതയോടെയാണ് പരിഭാഷപ്പെടുത്തുന്നത് പോലും. അതിൻ്റെ ഒരു ആശയം പോലും മാറില്ല, അതിൻ്റെ ഒരു വള്ളി മാറില്ല, അതിൻ്റെ ഒരു പുള്ളി മാറില്ല. കാരണം ഈ തിരുവെഴുത്ത് യേശുവാണ്. ഈ യേശുവിലേക്കാണ് നമ്മൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളിൽ പറയുന്നതിനെ കാണാനുള്ളൊരു കണ്ണ് നമുക്ക് വേണം. ഷണ്ണൻ എന്ന ഒരു രാജ്ഞിയുടെ ധനകാര്യ മന്ത്രി യെരുശലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കണ്ണ് തുറക്കാൻ ഒരു പാവപ്പെട്ട മനുഷ്യനെയാണ് വിട്ടത്. കണ്ണ് തുറന്ന ഒരു ഫിലിപ്പോസിനെ, ആത്മക്കണ്ണ് തുറന്ന ഒരുവനെ, യേശുവിന് വെളിപ്പെട്ട് കിട്ടിയ ഒരുവനെ, യേശുവിനെ വെളിപ്പെട്ട് കിട്ടാത്ത ഒരുവന്റെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് അയച്ചു. മന്ത്രി വരുന്ന വഴിയിൽ മരുഭൂമിയിൽ അവൻ കാത്തു നിന്നു. തേരിൽ ഇരുന്ന് യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. അറുപ്പാനുള്ള ആടുകളെ പോലെ എന്നെ എണ്ണുന്നു. രോമം കത്തിരിക്കുന്നവരെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയെന്ന് യെശയ്യാവ് 53 പറയുന്ന ആ ഭാഗം ഈ ഷണ്ണൻ വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അതിനകത്തൊരു അത്ഭുതം കിടപ്പുണ്ട് ആ പുസ്തകത്തിൽ, അതവന് തിരിച്ചു കിട്ടുന്നില്ല. ഫിലിപ്പോസ് കൂടെ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നീ വായിക്കുന്നു, നിനക്ക് ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ മന്ത്രി പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ. രാജാവിനോ മന്ത്രിക്കോ പൊരുൾ തിരിഞ്ഞു കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കണ്ണ് തുറന്ന ഒരുവൻ വേണം. പഠിപ്പുള്ളവൻ വേണ്ട, സാമാന്യര് മതി. അപ്പോസ്തലന്മാർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായിരുന്നു. അവരുടെ ജ്ഞാനം എവിടെ നിന്ന് എന്ന് പറഞ്ഞവർ അതിശയിച്ചു. പിന്നീട് അവിടെ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തി 4 ഇവർ ക്രിസ്തുവിൻ്റെ കൂടെ, യേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു എന്ന് അവരറിഞ്ഞു. യേശുവിൻ്റെ കൂടെയുള്ളവർ സാമാന്യരാണെങ്കിലും അസാമാന്യമായ വാക്കുകൾ, അസാമാന്യമായ ജ്ഞാനം. ലോകത്തിൻ്റെ പഠിപ്പില്ല, സ്വർഗം വെളിപ്പെടുത്തിയത്. ഫിലിപ്പോസ് ഷണ്ണൻ ഇത് വെളിപ്പെടുത്തി കൊടുത്തു. യെശയ്യാവ് 53 കുറിച്ചൊരു വിവരണം ക്രിസ്തുവേശുവിലൂടെ വിവരിച്ചു. ഉടനെ ആ മനുഷ്യൻ, ഇതാ വെള്ളം, തേര് നിർത്തുവാൻ കൽപ്പിച്ചു. വെള്ളമുള്ളൊരു തടാകത്തിൻ്റെ അരികിലെത്തി. ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്തു വിരോധം? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എന്ന്
അവൻ്റെ ഹൃദയം തുറന്നു, അവൻ്റെ കണ്ണു തുറന്നു. യേശു ദൈവപുത്രൻ എന്നുള്ള ഒരു ആത്മകാഴ്ച ഈ ഷണ്ണനുണ്ടായി. ഫിലിപ്പോസ് ആത്മാവിൽ പറയുമ്പോൾ അവൻ്റെ ആത്മക്കണ്ണ് തുറന്നു. അവൻ യേശുവിനെ സ്വീകരിച്ചു. യേശുവിനോട് ചേരാൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് മർക്കോസ് 16:16 പോലെ ഷണ്ണൻ, ഫിലിപ്പോസ് രണ്ടുപേരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി. കയറി വരുമ്പോൾ ഫിലിപ്പോസ് അപ്രത്യക്ഷമായി. ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിയെ പോയി, എത്യോപ്യയിലേക്ക് പോയി. ഇന്ന് ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭകളുള്ള ഒരു സ്ഥലമാണ് എത്യോപ്യ. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരുടെ സ്ഥലമാണ് എത്യോപ്യ. ചിലർ പറയുന്നു ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരുടെ നാട് എത്യോപ്യയാണ്. സുവിശേഷം ആ രാജ്യത്തേക്ക്, ആഫ്രിക്കയിലെ ആ ഇരുണ്ട സ്ഥലത്തേക്ക് ചെന്നു. സുവിശേഷം അവർക്ക് വെളിച്ചം കൊടുത്തു, പച്ചപ്പ് കൊടുത്തു, സമൃദ്ധി കൊടുത്തു, സമ്പത്ത് കൊടുത്തു. ഒരു ഷണ്ണൻ പോയതാണ്. ഷണ്ണനെ ഫോളോ അപ്പ് ചെയ്യാൻ ആരും പോയില്ല. യെരുശലേമിലെ സഭയിൽ നിന്ന് ആരും പോയി അവിടെ സഭയും തുടങ്ങിയില്ല. ഷണ്ണൻ നേരെ പോയത് കൊട്ടാരത്തിലോട്ടാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ രാജ്ഞി വരെ വചനം കേട്ടു. ആത്മാവിലായ ഷണ്ണൻ, സ്നാനപ്പെട്ട ഷണ്ണൻ, യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയ ഷണ്ണൻ വെളിപ്പാടുള്ളവനായി, അടിസ്ഥാനമുള്ളവനായി, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ശക്തിയുള്ളവനായി ആണ് മടങ്ങിപ്പോയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണി. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന ആ വലിയ വെളിപ്പാടിൻ്റെ മേലാണ് സഭ പണിയപ്പെടുന്നത്. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് വേണമായിരുന്നു. നിങ്ങൾക്ക് ഈ വെളിപ്പാട് വേണം. യേശു ദൈവപുത്രനാണ്, യേശു രാജാവാണ്, യേശു സൗഖ്യദായകനാണ്, യേശു സകലത്തിലും മതിയായവനാണ്. അവൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ്. അവൻ ദൈവമാണ്. അവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഞാൻ അനുഗ്രഹിക്കപ്പെടും. അവനിൽ വിശ്വസിക്കുന്ന ഞാനും ഒരു ദൈവമകനായി, ദൈവമകളായി മാറും എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കാൻ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നീ അനുഗ്രഹീതനാണ്. സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പാടാണ് നമുക്ക് വേണ്ടത്. സഭയിൽ വന്നിട്ട് കണ്ണടച്ച് അന്ധമായി ജീവിക്കരുത്. ഇന്ന് പലരും ചർച്ചിനകത്ത് വന്ന് അന്ധതയിൽ ജീവിക്കുന്നവരുണ്ട്. വെറുതെ കണ്ണും പൂട്ടി ആരെന്ത് പറയുന്നു അതെല്ലാം അങ്ങോട്ട് വിശ്വസിക്കില്ല. വചനം പറഞ്ഞത് വിശ്വസിച്ചാൽ മതി. അതാര് പറഞ്ഞാലും. ഒരാൾ കടന്നു വന്നിട്ട് പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ഒരാളോട്, നിൻ്റെ ജീവിതത്തിൽ മുഴുവനും നിൻ്റെ ജീവിതത്തിൽ പിശാചാണ് നിൻ്റെ ജീവിതത്തിൽ കളിക്കുന്നത്. ഇല്ല, ക്രിസ്തുവിൻ്റെ വെളിപ്പാടതല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്. അവൻ്റെ മേൽ പഴയതൊന്നും അടുക്കൂല. അവനെ ആഭിചാരം തൊടില്ല. ഇതാണ് വെളിപ്പാട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രൈസ് ജനറേഷൻ ചർച്ചുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വരുമ്പോൾ പാതാള ഗോപുരത്തിന്, പിശാചിന് നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. ധൈര്യപ്പെടുക, പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ വിശ്വാസത്തിൻ്റെ നിറവോടെ നിൽക്കുന്ന ഈ മക്കൾ അങ്ങയെക്കുറിച്ചുള്ള ശരിയായ വെളിപ്പാടുള്ളവരായി തീരുകയും ഇവരുടെ വീടുകളിൽ സത്യാരാധന വെളിപ്പെടുകയും പാതാള ഗോപുരത്തിൻ്റെ പദ്ധതികളെ മറിച്ചിടുന്നവരായി ഇവർ തീരുകയും ചെയ്യട്ടെ. എല്ലാ സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം സമഭൂമിയാക്കുന്നത് പോലെ ഇവരുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന പാതാള ഗോപുരത്തെ മറിച്ചിടാനുള്ള ക്രിസ്തുവിലുള്ള വെളിപ്പാട് ഇവരിൽ നിറയട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഇവർക്ക് സ്വന്തമാകാൻ ഇടയാകട്ടെ. യേശുവിലുള്ള സമൃദ്ധി ഇവർ പ്രാപിക്കട്ടെ. ദാരിദ്ര്യം വീടുകൾ വിട്ട് മാറട്ടെ. അസ്വസ്ഥതകൾ, അനൈക്യതകൾ വീടുകൾ വിട്ട് മാറട്ടെ. ഇത് കേൾക്കുന്ന പല ദൈവദാസന്മാരുടെ സഭകൾ ആർത്ത് വളരട്ടെ. കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ
പിശാചിൻ്റെ പ്രവർത്തികൾ ഇപ്പോൾ അഴിയട്ടെ. ഡിപ്രഷനുകൾ വിട്ടുമാറട്ടെ. സമാധാന സമൃദ്ധി, ക്രിസ്തുവിലുള്ള സമൃദ്ധി ഇവർ അനുഭവിക്കട്ടെ. ജീവജല നദികൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഒഴുകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ വെളിപ്പാട് നിങ്ങളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചിട്ടുണ്ട്. ഇന്ന് വിടുതൽ കിട്ടിയവർ ഞങ്ങളെ അറിയിക്കണം. അതൊരു സാക്ഷ്യത്തിനായിട്ട് നമുക്ക് അടുത്ത ദിവസം പറയാം. നിങ്ങളെ സാക്ഷ്യം, ഈ പ്രാർത്ഥന മുഖാന്തരം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയണം. നിങ്ങൾക്ക് സമാധാനം കിട്ടിയോ? നിങ്ങൾക്കിതിൽ വലിയ സമാധാനവും ആനന്ദവുമുണ്ടോ? നിങ്ങൾക്ക് സൗഖ്യമുണ്ടായോ? നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വന്ന മാറ്റങ്ങൾ എന്താണ്? നിങ്ങൾ അറിയിക്കണം. അത് സാക്ഷ്യമായി നമുക്ക് അടുത്ത ദിവസം വായിക്കാം, നിങ്ങളുടെ പേരിൽ വായിക്കാം. അതൊരു പ്രൈസ് റിപ്പോർട്ടായി മാറട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ.